നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ ശ്രീ കെ മോഹൻദാസ് ആണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. അദ്ദേഹം കേരളത്തിലും കേന്ദ്രത്തിലും സിവിൽ സർവീസിൽ ഉയർന്ന പദവികൾ വഹിച്ച വ്യക്തിയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വ്യവസായ വകുപ്പ് തുടങ്ങി ഒട്ടേറെ വകുപ്പുകളിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. കോട്ടയത്ത് ജില്ലാ കളക്ടറായിരുന്നു. പഞ്ചായത്ത് രാജ് ബില്ലിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. കേന്ദ്രത്തിൽ ഷിപ്പിംഗ്, റോഡ് ട്രാൻസ്പോർട്ട് തുടങ്ങിയ വകുപ്പുകളിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ശ്രീ മോഹൻദാസ്. നമസ്കാരം. താങ്കൾ കേരളത്തിൽ സിവിൽ സർവീസിന്റെ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1974 ബാച്ചിൽ പെട്ട വ്യക്തിയാണ്. ദീർഘകാലത്തെ 38 വർഷത്തെ സിവിൽ സർവീസ് അനുഭവങ്ങളുണ്ട്. താങ്കളുടെ പഠനകാലം തൊട്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്നു. പക്ഷെ അതേസമയം തന്നെ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. അക്കാഡമിക് രംഗത്ത് നേരിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പ്രൊഫഷണൽ രംഗത്തും നമ്മുടെ സർവീസ് കാലത്തും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ താങ്കളെ സംബന്ധിച്ച് എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാനുള്ള കാര്യം, സിവിൽ സർവീസ് പരീക്ഷയിലേക്ക് ആകർഷിക്കപ്പെട്ടു. സിവിൽ സർവീസിനെ കുറിച്ച് തന്നെ കേൾക്കുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പെഷ്യൽ BSc എന്നുള്ള ഒരു കോഴ്സ് പഠിച്ചതും അത് എങ്ങും എത്താതെ അവസാനിച്ചതുമായ നമ്മുടെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഒരു പിടിപ്പുകേടിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ആ സ്പെഷ്യൽ BSc കോഴ്സിൽ ചേർന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. താങ്കൾ കെമിസ്ട്രി MScക്ക് പോയി. ഇംഗ്ലീഷ് സാഹിത്യം ഇഷ്ടമായിട്ടും താങ്കൾ കെമിസ്ട്രി MScക്ക് പോയി. അവസാനം തിരികെ വിട്ട് ഇംഗ്ലീഷ് സാഹിത്യം തന്നെ സിവിൽ സർവീസിലെ പ്രധാന വിഷയമായിട്ട് പഠിച്ചു. അങ്ങനെ ഒട്ടേ വൈരുദ്ധ്യങ്ങൾ ജീവിതത്തിലുണ്ട്. പക്ഷെ എല്ലാത്തിലും വിജയിക്കുകയും ചെയ്തു. ഈ സിവിൽ സർവീസ് പരീക്ഷയില് താങ്കൾക്ക് ഒരു രസകരമെന്നല്ല, വളരെ ഹാർട്ട് ബേണിംഗ് ആയിട്ടുള്ള അനുഭവം ഉണ്ടായത് ഈ പുസ്തകത്തില്. ഞാൻ ഈ താങ്കൾ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച താങ്കളുടെ IAS എസ്കലേറ്റർ എന്ന പുസ്തകം, അത് ആ പുസ്തകത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കാരണം താങ്കൾ അതിനകത്ത് പറയുന്നുണ്ട് തകഴിയുടെ ഏണിപ്പടികള്, അത് സിവിൽ സർവീസിന്റെ ഒരു വളർച്ചയുടെ ഒരു സൂചനയാണ്. ആ ഏണിപ്പടികള് മറ്റൊരിടത്ത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ യന്ത്രം, അതും സിവിൽ സർവീസിന്റെ കഥയാണ് പറയുന്നത്. ഇതിൽ രണ്ടിന്റെയും വാക്കുകൾ സാംശീകരിച്ചുകൊണ്ടാണ് താങ്കൾ ഇതിന് IAS എസ്കലേറ്റർ എന്നുള്ള ഒരു പേര് കൊടുത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ മലയാളീകരിച്ച് IAS യന്ത്രപ്പടി എന്ന് കൊടുക്കുന്നതായിരുന്നു ഒന്നും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്തായാലും എസ്കലേറ്റർ ഈസ് ഓൾസോ എ ഗുഡ് നെയിം. ഈ പുസ്തകം എഴുതാനുള്ള പ്രേരണ എന്താണ്? ഈ പുസ്തകം എഴുതാൻ വാസ്തവത്തിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നതേ അല്ല. റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന്, ഇത് സർവീസ് ചരിത്രമൊന്നും എഴുതേണ്ട കാര്യമില്ല. കാരണം സർവീസിൽ ചെയ്യേണ്ട ജോലികളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. സർവീസിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ചെയ്ത കാര്യങ്ങൾ അതത് സമയത്ത് പ്രസക്തമായിരുന്നു, വേണ്ട രീതിയിൽ ചെയ്തു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ പല കാര്യങ്ങൾക്കും ഇതൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചാൽ ഒന്ന് 2-3 പ്രയോജനങ്ങൾ വരും. ഒന്ന്, ഇപ്പൊ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന വലിയ ഒരു വിഭാഗം യുവജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒട്ടേറെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളം മുഴുവൻ ഇങ്ങനെ ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ കേരള PSC കോച്ചിങ് എല്ലാ നാട്ടിൻപുറത്തും ഉണ്ട്. അത്രയും വരത്തില്ലെങ്കിലും സിവിൽ സർവീസ് കോച്ചിങ്ങും ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന ഒരു ബിസിനസ്സായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഒരു ചെറുപ്പക്കാരിക്ക് ആഗ്രഹിക്കാവുന്ന ഏറ്റവും മികച്ച കരിയർ എന്താണെന്ന് ചോദിച്ചാൽ IAS എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. വീണ്ടും പറയും, എനിക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയാൽ ഇത് തന്നെയായിരിക്കും എൻ്റെ കരിയർ ഓപ്ഷൻ. പക്ഷേ ഇത് എന്തൊക്കെ അവസരങ്ങളാണ് ഈ സർവീസ് തരുന്നത്, ഇതിൽ പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഇതിനകത്ത് എത്തിപ്പെടുക, അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എൻ്റെ അനുഭവങ്ങൾ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചാൽ അത് പ്രയോജനപ്പെടും. ഈ സർവീസ് എന്താണെന്ന് അറിയാൻ ആസ്പയർ ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടും അതാണ് ഒരു കാരണം. ഞാനിത് ഈ പുസ്തകം എഴുതാനുള്ള ഒരു കാരണം. താങ്കൾ വളരെ ഈ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രേരണയോ കൊണ്ടല്ല സിവിൽ സർവീസിൽ എത്തിയത്. ഇവിടെ പ്രീ ഡിഗ്രിക്ക് ഇവിടെ വന്ന് പഠിക്കുന്ന കാലത്ത് മാത്രമാണ് സിവിൽ സർവീസിനെ കുറിച്ച് കേൾക്കുന്നതും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതും. പക്ഷെ സിവിൽ സർവീസിൽ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ താങ്കൾ വിജയിച്ചു. താങ്കൾ അതിനകത്ത് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആദ്യത്തെ ശ്രമത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇതിന് പോകത്തേയില്ലായിരുന്നു. എനിവേ ആദ്യത്തെ പരീക്ഷയിൽ താങ്കൾ വിജയിച്ചു. പക്ഷെ താങ്കൾക്ക് ഭയങ്കര ഒരു പ്രതിസന്ധി ഉണ്ടാവേണ്ടി വന്നു. താങ്കളായി സിവിൽ സർവീസ് നേടി
താങ്കളുടെ പേര് അതിനകത്ത് വന്നു, താങ്കൾ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം താങ്കളെ റിജക്ട് ചെയ്തു. അതിന് കാരണം താങ്കൾക്ക് മെഡിക്കൽ ടെസ്റ്റില് താങ്കൾക്ക് ഒരു നേത്രരോഗം, എന്തായാലും പേര് പറഞ്ഞ് പ്രോഗ്രസീവ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടെന്ന് അവർ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്തു. വാസ്തവത്തില് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് ആണത്. താങ്കൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? എങ്ങനെയാണ് തിരിച്ചത് സർവീസ് വീണ്ടെടുത്തത്? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ ഷോക്കിനെ പറ്റി ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ, SLC പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നു. അന്ന് ഈ ന്യൂസ് പേപ്പറിലാണ് റിസൾട്ടൊക്കെ വരിക. അപ്പോൾ ന്യൂസ് പേപ്പർ കാത്തിരിക്കുന്നു, ന്യൂസ് പേപ്പറിൽ എൻ്റെ നമ്പർ നോക്കുന്നു, നമ്പർ കാണുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഷോക്ക് അവിടെ വെച്ച് കിട്ടി. അപ്പൊ അത് അന്നൊക്കെ ഈ 10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം പത്രങ്ങൾ മുഴുവനായിട്ട് അടിച്ചടിച്ച് വരികയും അതിന്റെ ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് സ്റ്റാർ, ഞാൻ നക്ഷത്ര ചിഹ്നം ഇടും. അപ്പൊ നക്ഷത്ര ചിഹ്നവും ഇല്ല, നമ്പരും ഇല്ല, തോറ്റു വരുന്ന തന്നെ അവസ്ഥ. നമ്പരും ഇല്ല, നക്ഷത്രവും ഇല്ല, സ്വാഭാവികമായിട്ട് തോറ്റു. പക്ഷെ നന്നായിട്ട് പരീക്ഷ എഴുതിയതാണ്, വളരെ നന്നായി പരീക്ഷ എഴുതി. പിന്നെ അതൊന്ന്. രണ്ടാമത് ഒന്നുകൂടെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള 2-3 സുഹൃത്തുക്കൾ, ഉറപ്പായി ഫസ്റ്റ് ക്ലാസ് ഉണ്ടാകേണ്ട 2-3 സുഹൃത്തുക്കളുടെ നമ്പറുകളില്ല. അവരൊക്കെ പിന്നീട് പ്രമുഖ വ്യക്തികളായി തീർന്നവരാണെന്ന് പുസ്തകത്തിൽ പറയുന്നത്. അതെ 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 അതെ. ആരൊക്കെയായിരുന്നത്? ഒന്ന് സോമരാജൻ, IPS, പിന്നെ ഒരാള് ഈ ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ പേരില്ലാതെ വന്നപ്പോ താങ്കൾക്ക് ആശ്വാസമായി, ഒരു പകുതി ആശ്വാസമായി. പിന്നെ അപ്പോ ഞാൻ പറഞ്ഞു, അത് പ്രശ്നം പരിഹരിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അല്ല, ഈ സ്കൂളിലെ മൊത്തത്തിലുള്ള റിസൾട്ട് വളരെ മോശമായിരുന്നു. ഏത് സ്കൂളാ അത്? കുളക്കട ഗവൺമെന്റ്. കുളക്കട, നാട്ടിലെ തന്നെ നാട്ടിൻപുറത്തെ ഒരു സ്കൂള്, സർക്കാർ സ്കൂളായിരുന്നു. സർക്കാർ ഗവൺമെന്റ് ഹൈസ്കൂൾ, ഗവൺമെന്റ് സ്കൂളായിരുന്നു. അത് നിങ്ങളെ 3 മിടുക്കന്മാരെങ്ങനെ ഒന്നിച്ചു വന്നു അവിടെ? അതൊരു ഭയങ്കര അത്ഭുതമാണല്ലോ. ഞങ്ങളെ മിടുക്കന്മാർ ഒന്നിച്ചു വന്നതാണോ, സ്കൂൾ ഞങ്ങളെ മിടുക്കന്മാരാക്കിയതാണോ അറിയില്ല എന്നുള്ളത്. അല്ല, നിങ്ങളെ മിടുക്കന്മാരാക്കാൻ എന്തുകൊണ്ട് മറ്റുള്ളവരെ മിടുക്കന്മാരാക്കാൻ പറ്റിയില്ല? ഇല്ല, എല്ലാവരും ഒരുപോലെയല്ലല്ലോ. പക്ഷേ ആ സ്കൂളില് ഈ ക്ലാസ്സിൽ 22 കുട്ടികളാണ്ടായിരുന്നത്. ആ 22 പേരും എല്ലാവരും പരീക്ഷ ജയിച്ചു. അന്നൊക്കെ വിജയ ശതമാനം 22 പേരുണ്ടായിരുന്നല്ലോ പരീക്ഷ എഴുതാൻ. അത്രേ. അല്ല, ഞങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ. അപ്പൊ ഇപ്പോഴത്തെ പോലെ ഈ 99% ഒന്നും അല്ല വിജയം വന്നത്. അന്ന് 28% അന്നത്തെ വിജയം. എന്ന് പറഞ്ഞാൽ ഈ 72% പേരും SSLC തോക്കുന്ന കാലമാണ്. അപ്പൊ 28% പിന്നെ തോൽവി വിജയമുണ്ടായ ഒരു സ്കൂളിൽ എങ്ങനെ 3-4 പേരും മികച്ച മാർക്ക്, വളരെ മികച്ച മാർക്ക് എങ്ങനെ സ്വാഭാവികമായി കോപ്പി അടിച്ചാണെന്ന് സംശയിക്കാം. സ്വാഭാവികം. അതുകൊണ്ട് വിത്തോൾഡ് ചെയ്തതാണ്. എന്തൊരു ഗതികേടാ. പക്ഷെ നാട്ടിൻപുറത്തായാലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണ്ടുപിടിക്കാനും ഒക്കെ എന്തൊരു പാടാ. പക്ഷെ അറിഞ്ഞ ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. അതിന് വേണ്ട ഇടപാടുകൾ നമ്മുടെ പേരൻസ് ഒക്കെ ചെയ്തു. അപ്പൊ അത് തന്നെ പോയി കണ്ടുപിടിച്ചു. അതെ, അന്ന് എന്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ അമ്മാവൻ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അപ്പൊ അതുകൊണ്ട്, പക്ഷെ അദ്ദേഹത്തെ ഒന്നും നമ്മൾ ഈ റിസൾട്ട് അറിയാൻ വേണ്ടി ഒന്നും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. കാരണം റിസൾട്ട് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട അറിയാം. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അന്നങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ കൺഫ്യൂഷൻ വിഷമം വരത്തില്ലായിരുന്നു. ഒരുപക്ഷെ വേറൊരാളായിരുന്നു അന്ന് തോറ്റുപോയെന്നുള്ള ധാരണയിൽ വീണ്ടും തുടർപോളജി പോയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്തായാലും. അതെ അതെ അതെ. അപ്പൊ അതങ്ങനെ. രണ്ടാമത്തെ പ്രതിസന്ധി വന്നത് അതേ കാലഘട്ടത്തിൽ തന്നെയാണ്. എനിക്കന്ന് 13 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 13.5 വയസ്സാകാതെ പ്രീ ഡിഗ്രി അഡ്മിഷൻ പാടില്ല എന്നൊരു വ്യവസ്ഥ. അതിന് 13 വയസ്സിൽ എങ്ങനെയാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്? അത് ഞാൻ 5 വയസ്സിൽ 3ാം ക്ലാസ്സിൽ ചേർന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നേരത്തെ അന്ന് സാധിക്കുമായിരുന്നു. എനിക്ക് 5 വയസ്സിൽ 5ാം ക്ലാസ്സിൽ ചേർന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അപ്പോ അന്ന് അത് സാധ്യമാണ്. 11ാം വയസ്സിലോ 12ാം വയസ്സിലോ 10ാം ക്ലാസ് പാസ്സാവും. അങ്ങനെ പാസ്സായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് എത്ര ദീർഘമായ ഒരു സർവീസ് സിവിൽ സർവീസിലെ ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ യോഗ്യത നേടിയ വർഷം തന്നെ പരീക്ഷ എഴുതി. ആ പരീക്ഷയിൽ ഉയർന്ന റാങ്കിങ് കിട്ടി. 21 വയസ്സ്. 21ാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് വേണം പാസ്സാവാൻ. വളരെ വളരെ കുറച്ച് പേര് പോലും കാണുന്നില്ല. പക്ഷെ അന്നൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അതെ, പക്ഷെ അന്ന് 26 വയസ്സാണ് മാക്സിമം. ഇന്നിപ്പോ 32 വയസ്സും റിലാക്സേഷനും ഉണ്ട്, ഫർദർ റിലാക്സേഷൻ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ അങ്ങനെ ഒരു ഷോക്ക്. പിന്നെ അന്ന് കോളേജിൽ പ്രവേശിക്കാൻ ഒക്കുകയല്ല, കാരണം 13.5 വയസ്സായില്ല എന്നുള്ള രണ്ടാമത്തെ ഷോക്ക്. ഈ രണ്ടാമത്തെ ഷോക്കിൽ നിന്ന് റിലാക്സേഷൻ കിട്ടിയത് എല്ലാ വിഷയത്തിനും 60% മാർക്കുള്ളവർക്ക് റിലാക്സേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥ വന്നു. അപ്പൊ അതനുസരിച്ച് എനിക്ക് ഭാഗ്യത്തിന്
ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള വിഷയത്തിന് പോലും 61 മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ബ്രേക്ക് ഇല്ലാതെ പഠിക്കാൻ പറ്റി. നമ്മൾ പറഞ്ഞു വന്നത് സിവിൽ സർവീസിൽ. അതെ, അപ്പൊ ആ ഒരു തരം ഷോക്ക് വന്നതുകൊണ്ട് രണ്ടാമത്തെ ഷോക്ക് തീർച്ചയായിട്ടും അബ്സോർബ് ചെയ്യാൻ പറ്റി. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്ന് പത്രങ്ങളിലൊക്കെ റിസൾട്ട് വന്നു, നാട്ടിലൊക്കെ ചില സ്വീകരണങ്ങൾ. താങ്കളൊക്കെ അറിഞ്ഞ കഥ തന്നെ രസകരമാണ്. താങ്കൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പത്രം കയ്യിൽ വരുന്നു, ആ പത്രത്തിൽ നോക്കുമ്പോൾ താങ്കളുടെ പേര് അതിനകത്ത് അടിച്ചു കിടക്കുന്നു അല്ലെ? ഡൽഹിയിൽ നിന്ന് തിരിച്ച് മദ്രാസിൽ വന്നു. മദ്രാസിൽ അന്ന് സ്റ്റേറ്റ് ബാങ്കിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ മദ്രാസിൽ ലോഡ്ജിൽ താമസിക്കുമ്പോൾ ഇന്നാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നവരെയൊക്കെ വിമാനത്തിലാണ് അയക്കുന്നത്. സെക്കൻഡ് ക്ലാസ് ഓർഡിനറി ക്ലാസ്സിലുള്ള യാത്രയാണ് അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നപ്പോൾ യാദൃശ്യമായിട്ട് ഈ പത്രം കൈ വരുന്നു, പേര് കാണുന്നു, കെ മോഹൻദാസ്. രാവിലെ മോഹൻദാസ് എന്നല്ല, മുഴുവൻ പേര് മോഹൻദാസ് കരുണാകരൻ മുഴുവൻ പേര് കിടക്കുന്നു. അപ്പൊ അത് അറിയിക്കാൻ വേണ്ടി വീട്ടിലേക്ക്, അതൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അറിയിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി ടെലിഗ്രാം അയക്കുകയാണ്. ടെലിഗ്രാമേ ഉള്ളൂ അറിയിക്കാൻ, ഫോണൊന്നുമില്ല. 74 അതെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് മസൂറിയിൽ പോവേണ്ട സമയം അറിയാം. അപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് 3-4 സുഹൃത്തുക്കൾ കൂടെ അത് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ പോവേണ്ട തീയതി കണക്കാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു മസൂറിക്ക്. അത് കഴിഞ്ഞ് അവർക്കൊക്കെ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടും എൻ്റെ നിയമന കത്ത് വരുന്നില്ല. അത് 2-3 ദിവസം വൈകി. അവസാനം എഴുത്ത് കിട്ടി, നിങ്ങളുടെ മെഡിക്കൽ പരിശോധനയിൽ നിങ്ങൾ അയോഗ്യനായിട്ട് കാണപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ 2 കണ്ണുകളിലും പ്രോഗ്രസീവ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന രോഗമുണ്ട് എന്ന് പറയുന്നു. ടെസ്റ്റ് നടത്തിയപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വലിയ ഷോക്കായി, 2 തരത്തിലെ ഷോക്കായി. അല്ല, നമ്മളിതെല്ലാം എഴുതി പാസ്സായി, എല്ലാം സിവിൽ സർവീസ് കിട്ടിയെന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തൊരു വലിയ ക്രൂരത അവർ കാണിക്കുന്നത്. അത് 2 തരത്തിലെ ഷോക്കാണ്. ഒന്ന്, നിങ്ങളുടെ കണ്ണിന് അപകടകരമായ രോഗമുണ്ട് എന്നുള്ളത് ഒന്ന്. 2, സിവിൽ സർവീസിലേക്ക് യോഗ്യനല്ല എന്നുള്ളത് 2. ഈ 2 ഷോക്കും കൂടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞെട്ടി. പക്ഷേ നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ, നടപടി എടുത്തേ പറ്റുള്ളൂ. ആദ്യം പോയത് നമ്മുടെ കണ്ണിന്റെ പ്രശ്നം കണ്ടുപിടിക്കാൻ. ആദ്യം പോയത് കണ്ണിന്റെ അന്നത്തെ ഏറ്റവും പ്രമുഖ ഡോക്ടറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു യാതൊരു കുഴപ്പവും കാണുന്നില്ല, ഞാൻ നോക്കിയിട്ട് ഒരു തരം പ്രശ്നവും കാണുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സർട്ടിഫിക്കറ്റ് എഴുതി തന്നു. അതുകൊണ്ട് നേരെ ഡൽഹി പോയി. ഈ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് സൗകര്യമായിട്ട് അന്ന് തന്നെ ഡൽഹി പോയി അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രിയിൽ അപേക്ഷ കൊടുത്തു. അവർ രണ്ടാമത്തെ വേറെ ആശുപത്രിയിൽ, ആദ്യത്തേത് സഫ്ദർജംഗ് ആശുപത്രിയിലായിരുന്നു, രണ്ടാമത് വില്ലിംഗ്ടൺ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയാണ്. അവിടെ പരിശോധനയ്ക്ക് അയച്ചു. അവിടെ പരിശോധിച്ച ഡോക്ടർ നേരെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ദിസ് വാസ് ക്രിമിനൽ. ആദ്യത്തെ റിപ്പോർട്ട് ദിസ് വാസ് ക്രിമിനൽ എന്നുള്ളതാണ്. രണ്ടാമത് നോക്കിയ ഒരു ഡോക്ടർ സിംഗൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്, പേര് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഡോക്ടറുടെ കഴിവുകേടായതുകൊണ്ട് സംഭവിച്ചതാണ്, എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല, ഇപ്പോഴും അറിയില്ല. അന്ന് കൂടുതൽ അതേപ്പറ്റി അന്വേഷണം നടത്താനും തോന്നിയില്ല. കാരണം അപ്പോഴത്തേക്ക് ഈ മസൂറിയിൽ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് സമയം നഷ്ടപ്പെടാതെ നേരെ മസൂറിയിൽ എത്തുക. എനിക്കൊന്നും മലയാളികളോടൊക്കെ ഉള്ള ഒരു നിലപാടിന്റെ ഒരു സമീപനത്തിന്റെ ഒക്കെ ആയിരിക്കും. സിവിൽ സർവീസ് കിട്ടിയ ലിബിൻ രാജ്, പുള്ളിയുടെ കണ്ണിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് പുള്ളിക്ക് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമം, സിവിൽ സർവീസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അല്ല, ഈ മെഡിക്കൽ പ്രോബ്ലംസ് ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും. പലർക്കും പ്രത്യേകിച്ചും പോലീസ് സർവീസിലേക്കൊക്കെ ഉള്ളതിൽ കുറച്ചുകൂടെ റിഗറസ് ആണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ അത് വെച്ചിട്ട് പലർക്കും ഇത് ഡിനൈ ചെയ്തിട്ടുണ്ട്. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഈ പലതരത്തിലുള്ള ഈ വിഷന്റെ സ്റ്റാൻഡേർഡ്സിൽ ഐ പി എസിലും ഈ റെയിൽവേ ട്രാഫിക് സർവീസ് ഉണ്ട്. ഈ 2 സർവീസുകളും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്.